ഹലോ എവരിവൺ, നല്ല അടിപൊളി ചന്ദ്രക്കാര മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ് ഈ ഒരു മാമ്പഴം. അപ്പോൾ ഞാനിത് തൊലി കളഞ്ഞ് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കാന്താരിമുളകും കുറച്ച് വെള്ളവും പിന്നെ 2 അച്ച് ശർക്കര ചെറുതാക്കി നുറുക്കിയതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വേവാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാമ്പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് വേവാനായിട്ട് വെക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നല്ല കട്ട തൈര് ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നെയ്യിലേക്ക് കടുകും ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കശ്മീരി ചില്ലിയ കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്തൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കുന്ന മാമ്പഴം ഈ ഒരു മാമ്പഴം, ഈ ചെറിയ മാമ്പഴമില്ലേ നല്ല ഓറഞ്ച് കളർ, ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ.